ആഴ്ച നിങ്ങളിൽ നിന്ന്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന്, നിങ്ങളുടെ നന്മകളിൽ നിന്ന് ദൈവം അവരെ ഓടിക്കും. അതെന്നെ, നിങ്ങൾ ഓടിച്ചിട്ട് ഓടാതെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന, നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന, നിങ്ങളെ കീഴ്പ്പെടുത്തി നിങ്ങൾക്കൊപ്പം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം, നിങ്ങളുടെ നന്മകളിൽ നിൽക്കുന്ന അവരെ ഈ ആഴ്ച ദൈവം ഓടിക്കും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ വിടുതലുകൾക്ക്, വലിയ മാറ്റങ്ങൾക്ക്, അവസ്ഥകൾ മാറുന്ന അനുഭവങ്ങൾക്ക് കാരണമായി എന്ന് കേൾക്കുന്നതിൽ, അറിയുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് ഉള്ളു തുറന്ന് സന്തോഷിക്കുന്നു. അതുപോലെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കുവാൻ, ഒരുമിച്ച് സന്തോഷിക്കുവാൻ ഒരവസരം കൂടെ ഒരുക്കി തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നും നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ അല്പസമയം നിങ്ങൾ കേട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, ചിലർ മാറിപ്പോയി നിങ്ങൾ സ്വസ്ഥമായി, സമാധാനമായി, ഒന്ന് സന്തോഷമായിരിക്കുന്ന അനുഭവം നിങ്ങളിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, അതെ, ദൈവം തന്ന ഉറപ്പ് നിങ്ങൾ കേട്ടു. ഞങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അരുളി ചെയ്തതുപോലെ അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രവചനദൂതായി നിങ്ങൾക്കത് കൈമാറി. ഇനി വിശ്വാസത്തോടെ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ച അത് നിറവേറും. ആവർത്തിച്ച് പറയട്ടെ, വിശ്വാസത്തോടെ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഈ ആഴ്ച ഈ ദൂത് നിറവേറും. അവർ പടിയിറങ്ങും. വന്ന് കയറിയവർ, ചിലർ അഭയാർത്ഥികളായി വന്ന് കയറിയവരുണ്ട്. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കൈനീട്ടി സഹായിക്കുവാൻ കഴിയുന്ന പരിതസ്ഥിതിയിലല്ലാതിരുന്നിട്ടും നീ സഹായിച്ചു, അകമഴിഞ്ഞ് സഹായിച്ചു, നിന്റെ പ്രാപ്തിക്കപ്പുറമായി സഹായിച്ച് സന്തോഷത്തോടെ, നന്ദിയോടെ, തൊഴുകയോടെ അവർ സഹായങ്ങൾ സ്വീകരിച്ചു. ഓ, നിനക്കും സന്തോഷമായി. കാലം പോകവേ ചോദിച്ചു വാങ്ങിയവർ ചോദിക്കാതെ എടുക്കുവാൻ തുടങ്ങി. അയ്യോ, സ്നേഹം കൊണ്ടല്ലേ, അത് തന്നെ, സ്നേഹം കൊണ്ടല്ലേ, അവർക്ക് എടുക്കാമല്ലോ, അവരെൻ്റെ ഇന്ന ഇന്ന ഇന്ന. പിന്നെ പിന്നെ എടുക്കുന്നതിൻ്റെ അളവ് കൂടി, എടുക്കുവാൻ പാടില്ലാത്തത് പലതും എടുക്കുവാൻ തുടങ്ങി. അപ്പോഴാ അകത്തൊരാന്തൽ, അയ്യോ ഇതിങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ, ഒഴിവാക്കുവാനായി പല നിലകളിൽ ശ്രമിച്ചു. നമുക്ക് പല ടെക്നിക്കുകളും അറിയാമല്ലോ. ടെക്നിക്കുകളൊക്കെ പ്രയോഗിച്ചു തുടങ്ങി. മുഖം കറുപ്പിച്ചു തുടങ്ങി, താല്പര്യമില്ലാത്തതുപോലെ ഇരുന്നു തുടങ്ങി, ഫോൺ വിളിച്ചാൽ എടുക്കാതിരുന്നു. നോനോ, ഒരു രക്ഷയുമില്ല. അങ്ങനെ എന്തെങ്കിലും കണ്ട് ഇറങ്ങിപ്പോകാനല്ല കയറി വന്നതെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായി. പറഞ്ഞു വിടാൻ നോക്കിയിട്ട് പോകുന്നില്ല, ഒഴിവാക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുക, കടിച്ചു തൂങ്ങി കിടക്കുക. അയ്യോ, ഇതിനെ ഒഴിവാക്കി എങ്ങനെ രക്ഷപ്പെടും അറിയത്തില്ല. ചിലർ വന്നതുപോലും നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരു ദിവസം അവരുണ്ട്, ആമേൻ, ജീവിതത്തിൽ അവരുണ്ട്, അല്ലേ സഹോദരി? ഒരു ദിവസം പെട്ടെന്ന് അവർ നിന്റെ ജീവിതത്തിലുണ്ട്. സ്വാതന്ത്ര്യത്തോടെ കയറി വന്നു. അയ്യോ, ആദ്യമൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഭർത്താവിന് സന്തോഷം, നിനക്കും സന്തോഷം, വീട്ടുകാർക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അവർ വന്നത് നന്നായി. അയ്യോ, വന്നത് നന്നായി. പിന്നെ പിന്നെ ഇപ്പോഴോ, അയ്യോ, അവർ വന്നു. നിന്റെ ചില സന്തോഷങ്ങൾ, നിന്റെ വിലമതിക്കുവാനാകാത്ത പലതും അവർ കവർന്നുകൊണ്ട് പോയി. നിന്റെ ഭർത്താവ്, ഇപ്പോ സഹോദരൻ, നിന്റെ ഭാര്യ, നിന്റെ ഭവനത്തിലെ സന്തോഷം, അയ്യോയോ, പോയി, നഷ്ടപ്പെട്ടു പോയി. അവരെങ്ങനെ വന്നു, എപ്പോൾ വന്നു എന്നറിയാത്തതുപോലെ അവരെ എങ്ങനെ ഒഴിവാക്കും, എപ്പോൾ ഒഴിവാക്കും നിനക്കറിയത്തില്ല. നീ വല്ലാതെ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരിക്കുക. അയ്യോ ദൈവമേ, എനിക്ക് ഈ വിധി വന്നല്ലോ, എനിക്ക് ഈ ഗതി വന്നല്ലോ. ഞാൻ എല്ലാവരെയും സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ, ഞാൻ എല്ലാവർക്കും നല്ലത് മാത്രമേ. ആമേൻ. പണ്ടൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന്. ശുദ്ധനായിരുന്നോ? കുടുംബജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലും ബിസിനസ്സിലും ഒക്കെ വലിയ ശുദ്ധനൊന്നും ആകരുത് കേട്ടോ. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ശിഷ്യന്മാർ ലോകത്തിലേക്ക് ഇറക്കി വിടുമ്പോൾ
എടാ, നിങ്ങൾ പോകുന്നതൊക്കെ കൊള്ളാം, ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. പറഞ്ഞത് ഞാനല്ല, യേശുവാ പറഞ്ഞത്. ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് നിൻ്റെയൊക്കെ പൂർവ്വ പിതാവായ ആദത്തിനെയും ഹവ്വയെയും ചതിച്ചൊരു പാമ്പുണ്ടല്ലോ, അവൻ്റെ കൗശലം വേണം നിനക്കൊക്കെ ചെന്നായ്ക്കളുടെ മധ്യത്തിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പോയ ഇടം കാണത്തില്ല. ആമേൻ. എല്ലുപോലും ശേഷിപ്പിക്കാതെ അവറ്റകൾ നിന്നെ തീർത്ത് കളയും. പാമ്പിനെ പോലെ കൗശലവും പ്രാവിനെ പോലെ നിർമ്മലതയും. പാമ്പിനെ പോലെ കൗശലവും, അതാവശ്യം. ഇനിയെങ്കിലും തിരിച്ചറിയും. ആമേൻ. ചിലർ വന്നത് ഒരാശ്വാസമെന്ന് കരുതി ഇങ്ങോട്ട് വിളിച്ച് ചേർത്ത് നിർത്തിയതാ. അവരുണ്ടെങ്കിൽ ഒരു ധൈര്യമാ, ഒരു ബലമാ, എന്തിനും ഏതിനും അവരുണ്ടെങ്കിൽ. ആദ്യമൊക്കെ അത് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിയാ, എന്നാലും അവരെ കൂടെ നിർത്തി എൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഏത് അങ്ങനെയല്ലായിരുന്നോ? അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴോ വന്നു കയറിയവൻ അകത്ത് കസേരയിട്ടിരിക്കുക, ഇറങ്ങിപ്പോകുന്നില്ല. മക്കൾ അവരെ കൂട്ടത്ത് പോകുമ്പോൾ ഭയങ്കര സന്തോഷം. അവരെ കൂട്ടത്തല്ലേ, അയ്യോ അവരെ കൂട്ടത്ത് മക്കൾ നടക്കുന്നതിനെന്താ? എൻ്റെ മോള് അവരുടെ കൂട്ടത്ത് നടക്കട്ടെ, എൻ്റെ മോൻ അവരുടെ കൂട്ടത്ത് നടക്കട്ടെ, അവിടെ പോകട്ടെ. ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല. ഇപ്പോൾ അവര് കൊണ്ട് പോയി. ആമേൻ. അവർക്ക് ചില സ്ഥാനങ്ങൾ കൊടുത്തു. ആ സ്ഥാനം അവർ ദുരുപയോഗം ചെയ്തു. ഇപ്പോൾ ചൂഷണം ചെയ്യുന്നു, ഇപ്പോൾ ഉപദ്രവിക്കുന്നു. എങ്ങനെ ഒഴിവാക്കും അറിയത്തില്ല. ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് ഈ ആഴ്ച വിശ്വസിക്കുന്ന നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അവരെ ഇറക്കിവിടും. നിന്റെ ജീവിതം നരക തുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ ശത്രുവിനെ ദൈവം ഇറക്കിവിടും. കയ്യേറ്റക്കാരനെ ദൈവം ഒഴിപ്പിക്കും. അക്രമിയെ ദൈവം ഓടിക്കും. അവനവൻ്റെ ആയുധവും എടുത്ത് ഓടും. അവനവൻ്റെ ആലോചനയും കൊണ്ട് ഓടും. അവനവൻ്റെ പദ്ധതിയും കൊണ്ട് ഓടും. താങ്ക് യു ലോർഡ്. വെറും വാക്കല്ല കേട്ടോ, വചനം അത് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അശൂർ രാജാവായ സൻഹേരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി. അഥവാ വന്ന വഴിക്ക് തന്നെ അവൻ പോയി. അശൂർ രാജാവായ സൻഹേരീബ്. ഇങ്ങനെ പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. 2 അധ്യായങ്ങൾ പിൻപിലേക്ക് പോയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അശൂർ രാജാവ് അന്ന് ശക്തരിൽ ശക്തനായ രാജാവ്, ശക്തമായൊരു സൈന്യമുള്ള ഒരു രാജ്യത്തിൻ്റെ പിന്തുണയുള്ള രാജാവ്. അങ്ങനെ ആ രാജാവ് തീരുമാനിക്കുകയാണ് തൊട്ടടുത്തുള്ള രാജ്യങ്ങളെല്ലാം കീഴ്പ്പെടുത്തണം. ഇനി തൻ്റെ മുൻപിലുള്ള രാജ്യങ്ങളിലെല്ലാം തൻ്റെ നിയമം നടപ്പിലാകണം. അവർക്കുള്ളതൊക്കെ തനിക്ക് അനുഭവിക്കണം. ഏത്? അത് തന്നെ. പലരും കടന്നു വരുന്നത് ഇതൊക്കെ മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. നീ അതറിയുന്നില്ല എന്ന് മാത്രം. വാതിലും തുറന്നിട്ട് കൊടുത്ത് വെൽക്കം വെൽക്കം, അയ്യോ തുറന്നിട്ട് കൊടുക്കരുതേ. നിന്റെ ജീവിതത്തിലേക്ക് ഒരു പൂച്ചക്കുട്ടിയെ പോലും കയറാൻ നീ അനുവദിക്കരുതേ. ആമേൻ. സ്തോത്രം. ചില പേരുകൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് കലക്കമുണ്ടാക്കുന്ന പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന ചില പേരുകൾ വലിയ സന്തോഷത്തോടെ നിൽക്കും. പക്ഷെ ചില പേരുകൾ ആരുടെയെങ്കിലും നാവിൽ നിന്ന് വീഴുമ്പോൾ തന്നെ പിന്നെ ഒരു പൊട്ടിത്തെറിയാം. പിന്നെ കൊല്ലാനും ചാകാനും നിൽക്കുന്ന സഹോദര, ചില പേരുകളെ എൻ്റെ യേശു നിന്റെ കുടുംബത്തിനകത്ത് നീക്കിക്കളയുവാൻ പോവുക. യെസ്, ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് ആ പേരുകളെ എൻ്റെ ദൈവം മായ്ച്ചു കളയുക. ഒരു വൈറ്റ് പേപ്പറിൽ പെൻസിൽ കൊണ്ട് എഴുതിയതിനെ ഇറൈസർ കൊണ്ട് മായ്ച്ചു കളയുന്നത് പോലെ യേശുവിൻ നാമത്തിൽ സഹോദര, നിന്റെ ഭാര്യയുടെ ജീവിതത്തിൽ നിന്ന് ചില പേരുകളെ എൻ്റെ ദൈവം മായ്ച്ചു കളയുക. നിന്റെ തൊഴിലിടത്തിൽ നിന്ന്, നിന്റെ ബിസിനസ്സിൽ നിന്ന്, നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന്, മക്കളെ നിങ്ങളുടെ വിദ്യാഭ്യാസ മേഖലയിൽ, നിങ്ങളുടെ ഭാവി പ്രതീക്ഷകളിൽ നിന്ന് ചില പേരുകളെ എൻ്റെ ദൈവം മായ്ച്ചു കളയുക. പൊട്ടിത്തെറി ഉണ്ടാക്കുന്ന, ഭയം കൊണ്ടിടുന്ന, കരച്ചിലിൽ അവസാനിപ്പിക്കുന്ന, സന്തോഷത്തോടെ തുടങ്ങുന്ന യാത്രകളെ കണ്ണുനീരിൽ അവസാനിപ്പിക്കുന്ന ചില പേരുകളെ എൻ്റെ യേശു മായ്ച്ചു കളയുക. താങ്ക് യു ലോർഡ്. ആമേൻ. നോക്കിയേ, വിഷയത്തിലേക്ക് വരാം. അപ്പോ പുള്ളി അങ്ങനെ ഓരോ രാജ്യങ്ങളായിട്ട് കീഴ്പ്പെടുത്തി അവസാനം ഇസ്രായേൽ രാജ്യത്തിന് മുൻപിലെത്തി. ഹിസ്കിയാവാണ് ആ സമയത്ത് ഇസ്രായേലിൽ രാജഭരണം നടത്തുന്നത്. രാജാവാണ്.
രാജ്യത്തെ ഉപരോധിച്ചു. രാജ്യത്തിന് ചുറ്റും പാളയമിറങ്ങി. വലിയ സൈന്യമാണ് കേട്ടോ. ശക്തിയുള്ളവൻ, അധികാരമുള്ളവൻ, അനേകരെ കീഴ്പ്പെടുത്തി എക്സ്പീരിയൻസ് ഉള്ളവൻ. അവനറിയാം എങ്ങനെ ഇസ്രായേലിനെ കീഴ്പ്പെടുത്തണം. മുമ്പൊക്കെ ഒത്തിരി പേരെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ആമേൻ. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പലർക്കും അറിയാം എങ്ങനെ നിന്റെ ജീവിതത്തെ കീഴ്പ്പെടുത്തണം, എങ്ങനെ നിന്റെ ഭർത്താവിനെ പിടിച്ചോണ്ട് പോകണം, എങ്ങനെ നിന്റെ മക്കളെ പിടിച്ചോണ്ട് പോകണം, എങ്ങനെ നിന്നെ പിടിച്ചോണ്ട് പോകണം, എങ്ങനെ നിന്റെ ജീവിതത്തെ കണ്ണുനീരിലാക്കണം, എങ്ങനെ നീ അധ്വാനിച്ചതിന് നിന്റെ തലമുറകൾക്ക് അനുഗ്രഹമായി നന്മയായി തീരേണ്ടതിനെ, എങ്ങനെ നിന്റെ ഭാവി പ്രതീക്ഷകളെ, എന്തിന് നിന്റെ ആത്മീയ ജീവിതത്തെ പോലും എങ്ങനെ പിടിച്ചോണ്ട് പോകണമെന്ന് വന്നവൻ അറിയാം. അവൻ വെറുതെ വന്നവനല്ല. ചിലർ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരിച്ചറിയ്, വെറുതെ വരുന്നവരല്ല. എന്നെ കേൾക്കുന്ന പ്രിയ വിശ്വാസിയേ, എന്നെ കേൾക്കുന്ന പ്രിയ പ്രാർത്ഥനക്കാരാ, എന്നെ കേൾക്കുന്ന പ്രിയ ശുശ്രൂഷക, ദൈവസന്നിധിയിൽ ഇരിക്ക്, പ്രാർത്ഥിക്ക്. യേശുവേ, മുൻപിൽ വരുന്നവരെ വിവേചിക്കുവാനുള്ള വരത്തെ നൽകണമേ. കൃപാവരങ്ങളിൽ മുന്തിയത് പ്രവചനവരമെന്ന്, മുന്തിയത് രോഗശാന്തി വരമെന്ന്, മുന്തിയത് വീര്യം പ്രവർത്തിക്കുന്ന വരമെന്ന് തന്നെ എന്ന് പറഞ്ഞ് നീ നിലവിളിക്കുമ്പോൾ അതിലും മുന്തിയൊരു വരത്തെക്കുറിച്ച് നിന്നോട് പറയട്ടെ. ആ വരമാണ് വിവേചനവരം. വിവേചിക്കുക. കടന്നു വരുന്ന ചിലരെ വിവേചിക്കുക. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചിലരെ വിവേചിക്കുക. അല്ലെങ്കിൽ പറയാൻ പോലും നിനക്കൊരു ജീവിതം ഉണ്ടാകത്തില്ല. യേശുവിൻ നാമത്തിൽ ചിലർ കരയുന്നുണ്ട്. അയ്യോ, അങ്ങളെ പറ്റിപ്പോയി, അയ്യോ ദൈവദാസനെ പറ്റിപ്പോയി, എനിക്ക് വിവേചിക്കുവാൻ കഴിഞ്ഞില്ല, എൻ്റെ ശുശ്രൂഷ പോയി, എൻ്റെ ആത്മീയ ജീവിതം പോയി, എൻ്റെ ജീവിതം തന്നെ, എൻ്റെ ഭാവി തന്നെ ഇരുളടങ്ങി, ഇനി ആത്മഹത്യ മാത്രം. കേൾക്ക്, നീ ഇറക്കി വിട്ടിട്ട് പോകാത്തതിനെ എൻ്റെ യേശു നിന്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടും. അവർ മുഖാന്തരം വന്നുപോയ കേടുകളെ തീർക്കും. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. നീ വിചാരിച്ചാ ചിലപ്പോൾ പറ്റത്തില്ല. ഒരിക്കലും ഒരു സഹോദരി പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ദൈവദാസനെ, ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ മക്കളുമായിട്ട് അങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. ദൈവത്തെ സ്തുതിച്ച് ഞങ്ങൾ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം, എങ്ങനെ കർത്താവിന് പ്രയോജനമുള്ളവരാക്കി മക്കളെ വളർത്താം, ഇതൊക്കെ പ്ലാൻ ചെയ്ത് ജീവിച്ചു വരികയായിരുന്നു. ദൈവദാസനെ പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അതിഥി കടന്നു വന്നു. ഒരു ബന്ധുവായി ഒരാൾ. ദിവസങ്ങൾ കഴിഞ്ഞു. ആദ്യമൊക്കെ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു. ഞങ്ങളുടെ കൊച്ചു കുടുംബത്തിനകത്ത് ഞങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഞങ്ങളെ പൊക്കി പറയാനും. അതാണല്ലോ പലർക്കും ആവശ്യം. ഭർത്താവിനെ പൊക്കി പറയുമ്പോൾ ഭാര്യയ്ക്കൊരു സന്തോഷം, ഭാര്യയെ പൊക്കി പറയുമ്പോൾ ഭർത്താവിനൊരു സന്തോഷം, മക്കളെ പൊക്കി പറയുമ്പോൾ അമ്മയപ്പന്മാർക്കൊരു സന്തോഷം. ആരെങ്കിലും പൊക്കി പറയുവാൻ വായി തുറക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളണം, അതിൻ്റെ 100 ഇരട്ടി അവർ നിങ്ങളെ പഴിച്ചു പറയും, അവർ നിങ്ങളെ ദുഷിച്ചു പറയും. അല്ലാതെ നിങ്ങളെ പുകഴ്ത്തുവാൻ തുറന്ന വായി അവർ അടയ്ക്കത്തില്ല. ഞങ്ങളുടെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. ആമേൻ. വലിയ വായിലൊക്കെ ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ സിസ്റ്റർ, ഞങ്ങളുടെ വായ തുറക്കുമ്പോൾ തിരിച്ചറിഞ്ഞുണ്ട് നീ കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ ആ സഹോദരിയുടെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നു. ആമേൻ. ഇപ്പോ ആ സഹോദരി ഫോൺ വിളിക്കുമ്പോൾ, പ്രാർത്ഥന വിഷയം അറിയിക്കുമ്പോൾ പറഞ്ഞ, ദേവദാസനെ, എൻ്റെ ഭർത്താവ് പോയി, വീട്ടിലുണ്ട്, അവൻ്റെ മനസ്സും കൊണ്ട് അവൾ പോയി, അവൻ്റെ അധ്വാന ബലവും കൊണ്ട് അവൾ പോയി, അവൻ്റെ ചിന്ത ഈ സ്വപ്നങ്ങൾ മുഴുവനും അവൻ ബോഡിയായി അകത്തുണ്ടെങ്കിലും ഡെഡ് ബോഡി ഒന്നൊന്നും ചിന്തിക്കണ്ട, ഡെഡ് ബോഡി പോലെ തന്നെ. ഇതിലും ഭേദം ചത്തിരുന്നത് കൊള്ളായിരുന്നെന്ന് പലപ്പോഴും ആ സഹോദരി തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. എന്നോട് പറഞ്ഞില്ല കേട്ടോ. അപ്പം നോക്കിയേ, ആ സഹോദരി പറഞ്ഞു, മക്കൾ പറഞ്ഞു, കാല് പിടിച്ചു, പാപ്പാ ഇത് ശരിയല്ല. സഹോദരി പറഞ്ഞു, ചേട്ടാ ഇതൊന്നും വേണ്ട, പഴയ പോലെ നമുക്ക് സന്തോഷമായിട്ട് ഞാനും നിങ്ങളും നമ്മുടെ മക്കളും അത് മാത്രം മതി, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. പക്ഷെ പുള്ളി പറയും, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട്. അതാ പ്രശ്നം. ചിലരൊക്കെ വന്ന് കയറിപ്പോയാ ഇറക്കി വിടാൻ വിചാരിച്ചാലും പറ്റത്തില്ല. ആമേൻ. വരുന്നവൻ അറിയാം എങ്ങനെ ഇറങ്ങിപ്പോണമെന്ന്, എങ്ങനെ അകത്തുള്ളതിനെ കൊണ്ടുപോകണമെന്ന്. പണി അറിയാമെന്നുള്ളവനാ വരുന്നത്. മന്ത്രവാദങ്ങളിലൂടെ, ആഭിചാരങ്ങളിലൂടെ, കൈവശങ്ങളിലൂടെ നിന്റെ പ്രിയപ്പെട്ടവരെ കവർന്നു കൊണ്ടുപോകുന്ന, അവരുടെ മനസ്സിനെ കവർന്നു കൊണ്ടുപോകുന്ന, അവരുടെ ഇഷ്ടങ്ങളെ കവർന്നു കൊണ്ടുപോകുന്ന, നിനക്ക് പ്രിയനായിരുന്നവനെ, നിനക്ക് പ്രിയയായിരുന്നവളെ, നിന്റെ പ്രിയപ്പെട്ട
സ്നേഹിക്കാത്ത മക്കളെ നിന്നെക്കാൾ അവരെ സ്നേഹിക്കും വിധത്തിൽ കവർന്നു കൊണ്ടുപോകുവാനുള്ള വഴി അവർക്കറിയാം. ഭയന്നായിരിക്കുന്നുവോ? കേൾക്ക്. കവരപ്പെടുവാൻ കടന്നു വന്നവരെ എൻ്റെ കർത്താവ് ഓടിക്കുക, നിന്നിൽ നിന്ന് കവർന്നെടുത്തതിനെ തിരികെ നിനക്ക് നൽകിക്കൊണ്ട്. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആ മനുഷ്യൻ പറയും, എന്നെ കൊണ്ട് പറ്റുന്നില്ല. മനുഷ്യനല്ലേ, ഒരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ദൈവദാസനെ, ഞാൻ ഇനി എന്തു ചെയ്യും? ഞാൻ പറഞ്ഞു, സഹോദരി, അവന് അവളെ മറക്കുവാനോ ഉപേക്ഷിക്കുവാനോ പറ്റുന്നില്ല. ശരി, അതുകൊണ്ട് അവളങ്ങ് മറന്ന് ഓടിയാൽ മതിയല്ലോ. അവളെ ഓടിച്ചാൽ തീർന്നില്ലേ വിഷയം? അപ്പോൾ സഹോദരൻ പറഞ്ഞു, തന്നെ ദൈവദാസനെ പറ്റുമോ? പിന്നെന്താ, നമ്മുടെ ദൈവം നമ്മോട് കൂടെ ഇല്ലേ? അശൂർ രാജാവ് ഓടി. പിന്നെയാണ്, ഓ സ്തോത്രം, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അധികം നാളൊന്നും വേണ്ടി വന്നില്ല, അവൾ ഓടി. ആമേൻ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാ ദൈവദാസനെ അവളെ ഓടിച്ചു വിടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞത്? ഞങ്ങൾക്കല്ല, ഞങ്ങൾക്കൊപ്പം ചേർന്ന് ആ സഹോദരി പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും കഴിയാത്തതൊന്നുമില്ല. ഹിസ്കിയാവിനോട് ചോദിച്ചാൽ ഹിസ്കിയാവ് പറയും. ആമേൻ. ഇവനിങ്ങനെ വാതിൽ പൊളിച്ചകത്ത് കയറാൻ നിൽക്കുമ്പോൾ ഹിസ്കിയാവ് അപ്പുറത്തെ കണ്ടം വഴി ചാടി ഓടി അപ്പുറത്തുള്ള രാജാവിനെ പിടിച്ചുകൊണ്ടൊന്ന് യുദ്ധത്തിന് നിർത്തിയെന്നല്ല, മറിച്ച് വസ്ത്രം കീറി രട്ടെടുത്ത് കരഞ്ഞുകൊണ്ട് നേരെ ദേവാലയത്തിനകത്തേക്ക്. അവനറിയാം, എനിക്കൊരു ദൈവമുണ്ട്. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നീ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്. ഇന്നൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, നിനക്കൊരു ദൈവമുണ്ട്. പലവരും മരണത്തിനായി നിലവിളിച്ച് കരഞ്ഞ നാളുകളിൽ മരണത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ നിലനിർത്തിയ ഒരു ദൈവമുണ്ട്. നിന്ദിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് തലകുനിച്ച് ഇനി ഇങ്ങനെ എന്തിന് ജീവിക്കണം എന്ന് ചിന്തിച്ച സമയങ്ങളിൽ ജീവിതം അവസാനിച്ചു പോകാതെ തലനിവർത്തി നിൽക്കുവാൻ നിനക്ക് അവസരം തന്നൊരു ദൈവമുണ്ട്. ഓ അമേൻ. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹിസ്കിയാവ് ഉപവസിച്ചു. വായിക്കുക. പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന ആ സഹോദരി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി തുടങ്ങി. പലരും പറയും, ദൈവദാസനെ, ഞങ്ങളുടെ അവസ്ഥ, ഞങ്ങളായിരിക്കുന്ന രാജ്യത്ത്, ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, ഞങ്ങളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഞങ്ങൾ എവിടെ പോയിരുന്നു ഉപവസിക്കും? അല്ലെങ്കിൽ ആര് ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഇതൊന്നും പുറത്ത് പറയാനേ പറ്റത്തില്ല. അതാ ഒന്നാമത്തെ വിഷയം അല്ലേ? ഇങ്ങനെയുള്ള വിഷയം വല്ലതും അറിഞ്ഞാൽ അത് മതി. പിന്നെ പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചതുപോലെ, എന്തിന് പോസ്റ്റർ അടിച്ച് ഒട്ടിച്ചാൽ പോലും കിട്ടാത്ത സ്വീകാര്യതയാണ്. പലരും കടന്നു വന്ന് നശിച്ചു പോയതിനേക്കാൾ ജീവിതങ്ങൾ ഈ കാലഘട്ടത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ് കേട്ടവർ മുഖാന്തരം തകർന്നു പോയിട്ടുണ്ട്. അത് എപ്പോഴും ഓർക്കുക. അപ്പോൾ ബുദ്ധിയുള്ളവർക്കറിയാം ഒരു രക്ഷയുമില്ല. എന്നാൽ തിരിച്ചറിയും, നീ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത്, ഏത് സാഹചര്യത്തിൽ, ഏത് അവസ്ഥയിലായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാനും അവരെ ഓടിച്ച് നിന്റെ പ്രിയപ്പെട്ടവരെ പിടിച്ചെടുക്കുവാനുമുള്ള അവസരമുണ്ട്. പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യും. ഈ കാണുന്ന നമ്പറുകളിൽ പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. ഓടേണ്ടവർ ഓടും. ആമേൻ. ആ പിള്ളേരെ വിട്ടിട്ട് പോകുന്നേ, അവരെയും കൊണ്ടുപോകാൻ, വലിച്ചോണ്ട് പോകാൻ, അവരുടെ ജീവിതം നരകതുല്യമാക്കി തീർക്കണമെന്ന്. അയ്യോ, ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ കുഞ്ഞ് നരകിച്ച് ജീവിക്കുന്നത് കാണേണ്ടി വരുമല്ലോ. അത്ര സങ്കടമല്ലേ? അതുപോലൊരു കുടുംബത്തിനകത്ത് ഇതിനാണോ ഞാൻ എൻ്റെ മോളെ പഠിപ്പിച്ചത്? ഇതിനാണോ ഞാൻ എൻ്റെ മോളെ വളർത്തിയത്? അവൾ ഇങ്ങനെ കരഞ്ഞും മറ്റുള്ളവരുടെ മുമ്പിൽ ആ കുടുംബത്തിലൊക്കെ അയ്യോ. കേൾക്ക്, അവൾ നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അവൾ പറയും, അമ്മ പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. അവൾക്ക് പറ്റാത്തതാ, അവിടെ അഹങ്കാരം കൊണ്ടല്ല, പറ്റാത്തതാ. അவ்விധത്തിൽ അവളെ കുടുക്കിയിരിക്കുന്നു. ആ കുടുക്കുകളെ ദൈവം പൊട്ടിക്കുക. ആയുധവും കൊണ്ട്, പദ്ധതികളും കൊണ്ട് ശത്രു ഓടുക. ഓ ആമേൻ. സൻഹേരി ഓടി. ആമേൻ. നിന്റെ തലമുറയുടെ മേൽ അവകാശം പറയുന്ന കടന്ന് കയറ്റക്കാർ ഓടുക. ഓ താങ്ക് യു ലോർഡ്. നിന്റെ മകന് മേൽ അവകാശം പറയുന്ന അങ്ങനെ ഒരു കുടുംബത്തിൽ പോയി കയറിയാൽ അവൻ്റെ ഭാവി എന്തായിത്തീരും? ആമേൻ. ഈ ബന്ധം തുടർന്നാൽ അവൻ്റെ മുൻപോട്ടുള്ള ജീവിതം, അവൻ്റെ വിദ്യാഭ്യാസം, കടന്ന് കയറ്റക്കാർ നശിപ്പിക്കുവാൻ വേണ്ടി കടന്നു കയറുന്നവരുണ്ട്. അങ്ങനെ നീ ഇപ്പം സന്തോഷമായിട്ട് ജീവിക്കേണ്ട. അതിൻ്റെ ഫലമാണ് മദ്യപാനിയായ മകനെ, ലഹരി ഉപയോഗിക്കുന്ന മകനെ, തല്ലുവാനും കൊല്ലുവാനും കൈ ഉയർത്തുന്ന മകനെ നീ കാണേണ്ടി വന്നത്. ആമേൻ. നീ നശിക്കണം, നീ നശിച്ചു കാണണം. ചിരിയോടെ വന്നവരാ, സന്തോഷത്തോടെ നീ വാതിൽ തുറന്നു കൊടുത്ത് അകത്ത് കയറ്റിയവരാ. ഇന്ന് നശിപ്പിക്കുവാൻ വേണ്ടി നിൽക്കുന്നു. അതേന്നെ, കൂടെ നിന്നവർ തന്നെയാണ് നിന്റെ തലമുറകളെ ഈ വിധത്തിലാക്കിയത്. ആമേൻ. ഇന്ന് നീ അറിയുന്നത് പോലെ, കാണുന്നത് പോലെ അവരിത്രമാത്രം ബാധിക്കപ്പെട്ടത്. പക്ഷേ തുടക്ക സമയത്ത് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ. നിന്നെ പലതും അവൻ ചെയ്യാത്ത, അവൾ ചെയ്യാത്ത പലതും നിന്നോട് പറഞ്ഞ് അവരുടെ മുമ്പിൽ നിന്നെ ഒരു ഭീകര രൂപമാക്കി ചിത്രീകരിച്ച് അവർ ചെയ്യാത്തതിലേക്ക് അവരെ തള്ളിപിടിപ്പിക്കും വിധത്തിൽ അവരുടെ മേൽ വാശി ജനിപ്പിച്ച
ആ കടന്നു കയറ്റക്കാരെ തിരിച്ചറിയും. എന്നെ കേൾക്കുന്ന പ്രിയരെ, പലരും കൊതിയും നുണയുമായി കടന്നു വരുമ്പോൾ ചെവി തുറന്നു കൊടുക്കരുത്, വാതിൽ തുറന്നു കൊടുക്കരുത്. മക്കളെപ്പറ്റി പറയുമ്പോൾ മീശയും പിരിച്ച് തുറപ്പയെടുത്ത് നിൽക്കരുത്. ആമേൻ. അവരെ ചേർത്ത് പിടിക്കുക, മക്കളെ ചേർത്ത് പിടിക്കുക. തകർക്കുവാനുള്ള ശത്രുവിൻ്റെ പദ്ധതികൾ തിരിച്ചറിയും. നിന്റെ ഭർത്താവിനെ ചേർത്ത് പിടിക്കുക, നിന്റെ ഭാര്യയെ ചേർത്ത് പിടിക്കുക, നിന്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കുക. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. ചില പദ്ധതികളിൽ നിന്ന് കർത്താവ് നിന്റെ കുടുംബത്തെ വിടുവിക്കുക. അതാൽ കടന്നു വന്ന കയ്യേറ്റക്കാരെ കർത്താവ് ഒഴിപ്പിക്കുക. അപ്പം ഇവർ കടന്നു വന്നതിൻ്റെ ലക്ഷ്യമെന്താ? ആമേൻ. ഇസ്രായേലിൽ ചിലതുണ്ട്. ആമേൻ. ഇസ്രായേലിൽ ദാവീദിൻ്റെ കാലം മുതൽ ചേർത്ത് വെച്ച ചിലതുണ്ട്. സമ്പത്തായി, പേരായി, പെരുമയായി, പ്രശസ്തിയായി ചിലതുണ്ട്. അതിനെ കവർന്നു കൊണ്ടുപോകണം. നീ പോലും വിലമതിക്കാത്ത പലതും നിന്റെ ജീവിതത്തിലുണ്ട്. ആമേൻ. നീ ഇപ്പോഴും കാറ്, വീട്, ബംഗ്ലാവ് നല്ലതാ, ഓക്കെ. പക്ഷേ അനേകർക്ക് സ്വപ്നം കാണുവാൻ കഴിയാത്തൊരു ജീവിതം നിനക്കുണ്ട്. നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾ, നിന്റെ ഭാര്യ, നിനക്കതിൻ്റെ വില അറിയത്തില്ല. ആമേൻ. വില അറിയുന്നവരുണ്ട്. ആമേൻ. അതിനെ തകർത്ത് കളയുവാൻ വേണ്ടി അവർ കടന്നു വന്ന് അതിനെ തകർത്ത് കളയുവാൻ വേണ്ടിയാ. നിനക്ക് നിന്റെ ബിസിനസ്സിൻ്റെ വലിപ്പം അറിയത്തില്ല. നിനക്ക് നീ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൻ്റെ വില അറിയത്തില്ല. ആമേൻ. നിനക്ക് നീ ചേർത്ത് വയ്ക്കുന്നതിൻ്റെ വില അറിയത്തില്ല. നിനക്ക് കിട്ടിയതിൻ്റെ വില നിനക്കറിയത്തില്ല. നിന്റെ മാതാപിതാക്കൾ തന്നതിൻ്റെ, ചേർത്ത് വെച്ചതിൻ്റെ. ഞാൻ പറയും, മാതാപിതാക്കളുടെ ഏറ്റവും വലിയ സമ്പത്ത്, അവർക്ക് തരുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ കണ്ണുനീരാണ്. പ്രാർത്ഥനാ മുറിക്കകത്ത് നിങ്ങൾക്ക് വേണ്ടി അവർ കരയുന്ന കരച്ചിൽ, അത് ഭയങ്കര അനുഗ്രഹമാണ് കേട്ടോ മക്കളെ. പ്രിയ അമ്മയെ, പ്രിയ പിതാവേ, നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ദൈവസേനയിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുന്ന ഓരോ തുള്ളി കണ്ണുനീരിൻ്റെയും മറുപടി ദൈവം ഏറ്റവും ശ്രേഷ്ഠകരമായി നിങ്ങളുടെ മക്കൾക്ക് നൽകി അവരെ മാനിക്കും. നിങ്ങളുടെ കണ്ണുനീരൊന്നും, മക്കൾക്ക് വേണ്ടി നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീരൊന്നും പാഴായി പോകത്തില്ല. സഹോദരി, നിന്റെ ഭർത്താവിന് വേണ്ടി കരയുന്ന കരച്ചിൽ പാഴാകത്തില്ല. നീ ദൈവസേനയിൽ കരയുന്ന കരച്ചിൽ പാഴാകത്തില്ല. ആമേൻ. അവരുടെ ഭാവിയിൽ, അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. ആമേൻ. ഒത്തിരി കരഞ്ഞില്ലേ മക്കളുടെ നല്ല ജീവിതത്തിന് വേണ്ടി കർത്താവ് അത് അവർക്ക് തരുവാൻ പോകും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ഒരുപാട് കരഞ്ഞില്ലേ മക്കൾക്കൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടി. അതെ, ഉദരഫലമില്ലാത്തത് കൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന മകളെക്കുറിച്ച് ഓർത്ത് നീ ഒരുപാട് കരഞ്ഞു. കർത്താവ് പറയുക, നിന്റെ കരച്ചിലിന് പ്രതിഫലമായി നിന്റെ മകൾക്ക് കർത്താവ് ഒരു ഉദരഫലത്തെ നൽകിയ. മാതാവേ, നിന്റെ കരച്ചിലിന് പ്രതിഫലം. അവരുടെ കുടുംബം ഇന്ന് വല്ലാത്തൊരവസ്ഥയിലാണ്. ആ മക്കളില്ലാത്തത് മുഖാന്തരം ആ കുടുംബം വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുക. ആ അവസ്ഥ മാറുവാൻ അവർക്കൊരു ഉദരഫലത്തെ കർത്താവ് നൽകിയ. സകല തകർച്ചകൾക്കും പരിഹാരമായി, സകല നിരാശയും ഓടിപ്പോകുവാൻ വിധത്തിൽ നിന്റെ തലമുറയ്ക്ക് എൻ്റെ ദൈവം ഉദരഫലത്തെ നൽകി. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. സ്തോത്രം. ചില ഇല്ലായ്മകളെ മുൻനിർത്തി ചിലർ ജീവിതത്തിലേക്ക് കടന്നു വരും. ചില ദുഃഖം ജീവിതത്തിലുണ്ടാകുമ്പോൾ ആശ്വസിപ്പിക്കാനെന്ന വ്യാജേന, ചില ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിൽ കൂടെ നിൽക്കാനെന്ന വ്യാജേന ചിലർ കടന്നു വരും. സൂക്ഷിച്ചോ. ആമേൻ. നീ ഒറ്റപ്പെട്ടു പോകുന്നെങ്കിൽ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ, എനിക്ക് മറ്റാരോട് പറയേണ്ട കാര്യമില്ല, നീ ഒരു വിശ്വാസിയാണെങ്കിൽ, നീ ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് നിനക്കൊപ്പം നിൽക്കുവാൻ ഒരുവൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ്റെ പേര് ദൈവമെന്ന. ആമേൻ. നീ വിശ്വാസിയായിരുന്നിട്ടും നീ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിന്നോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട സമയമായി, വാഗ്ദത്തത്തിൻ്റെ സമയമായി. ഇത് വാഗ്ദത്ത നിവൃത്തിയുടെ സമയമാണ്. ആ സമയത്ത് വല്ലവർക്കും വാതിൽ തുറന്നു കൊടുക്കരുത്. കൂട്ടുകാരായി, ബന്ധുക്കളായി, ചാർച്ചക്കാരായി, ചിരിക്കുന്നവരായി, കരയുന്നവരായി, ചിരിപ്പിക്കുന്നവരായി. നോ. ആമേൻ. സ്തോത്രം. ഇതൊരു മുന്നറിയിപ്പാണ്. നീ തകർന്ന് കാണുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, അശൂർ രാജാവ് സൻഹേരീവ് ചില്ലറക്കാരനല്ല, വലിയ സൈന്യത്തോടെയാണ് വന്നത്. ഇതൊരു കഴിവൊക്കെ ഉണ്ട്, ചില്ലറക്കാരനൊന്നുമല്ല, വലിയ സൈന്യത്തോടെയാണ് വന്നത്. എല്ലാം കൊണ്ടുപോകണം, ലക്ഷ്യം അതാ, എല്ലാം കൊണ്ടുപോകണം. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഹിസ്കിയാവിന് വേണ്ടി, പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ദൈവം, സ്തോത്രം, അവനെ ഓടിച്ചു. വന്ന വഴിക്ക് ഓടിച്ചു. അതെ, ശത്രു വന്ന വഴിയെ ഓടും. ഒരു വഴിയായി വരും, 7 വഴിയായി ഓടും. അത് തന്നെ, അവൻ ഒരു വഴിയായിട്ടായിരിക്കും വന്നത്, 7 വഴിയായിട്ട് ഓടും. ആവർത്തിച്ച് പറയട്ടെ, നിന്റെ കുടുംബത്തിനകത്ത് നിന്ന് ശത്രു ഓടും. ഒരു വഴിയെ വന്നവൻ 7 വഴിയെ ഓടും. നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ശത്രു ഓടും.
നിന്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് ശത്രു ഓടും. നിന്റെ ജീവിതത്തിൽ നിന്ന് ശത്രു ഓടും. നിന്റെ ആ നന്മകളിൽ നിന്ന് അത് അപഹരിക്കുവാൻ കടന്നു വന്നവൻ ഓടും. ഏത് ബന്ധത്തിൻ്റെ പേരിൽ കടന്നു വന്നവനായാലും ഓടും. യേശുവിൻ നാമത്തിൽ ദൈവം ഓടിച്ചു. ആമേൻ. തീർന്നില്ല. വന്നവൻ്റെ പരിപാടി എന്താ? വന്ന സമയം മുതൽ ദൈവത്തെയും ഇവരെയും ദൈവജനമായ ഇസ്രായേലിനെ നിന്ദിക്കുക. നിന്നെയും നിന്റെ ദൈവത്തെയും നിന്ദിക്കുവാൻ കടന്നു വരുന്ന ചിലരുണ്ട്. ആമേൻ. എന്തിനാ ദൈവദാസനെ അങ്ങനെ? ഇതൊരു ചോദ്യമല്ലേ? നീ പള്ളിയിൽ പോകുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ, നീ ആരാധിക്കുമ്പോൾ, നീ ബൈബിൾ തുറക്കുമ്പോൾ എന്തിനാ ഇവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? കാരണം അവർക്കറിയാം, നീ ദൈവത്തെ വിളിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതത്തെ പ്രവർത്തിക്കും. നിന്റെ ഇന്നത്തെ അവസ്ഥയെ മാറ്റും. അല്ലെങ്കിൽ ദൈവം ഏറ്റവും ശ്രേഷ്ഠകരമായി നിന്നെ അനുഗ്രഹിക്കും. അത് അറിയുന്നത് കൊണ്ടാണ് ആമേൻ നിന്ദിക്കുവാൻ കടന്നു വന്ന ശത്രു ഓടി. നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന, നിന്റെ ദൈവം നിനക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവരെ കർത്താവ് ഓടിക്കുവാൻ പോകും. നീ ഓടിച്ചിട്ട് ഓടാത്തതിനെയൊക്കെ എൻ്റെ ദൈവം ഓടിക്കും. ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുമ്പോൾ അവരൊക്കെ ഓടാൻ പോകും. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് കൂട്ടിവരുത്തുക. ഈ മെസ്സേജ് നിങ്ങളെപ്പോലെ ഒത്തിരി പേർക്ക് അനുഗ്രഹമാകും വിധത്തിൽ നിങ്ങൾക്കും പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലിയുടെ നമ്പറുകളിൽ വിളിച്ച് പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് അവൈലബിൾ അല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക. ലൈവായി തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും അവിടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിള എന്ന സ്ഥലത്ത് നമ്മുടെ സഭാരാധനയുണ്ട്. കടന്നു വരിക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടിവരുത്തുക. കടന്നു വരുവാൻ കഴിയാത്തവർ ലൈവിൽ ജോയിൻ ചെയ്യുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠകരമായതൊന്ന് ചെയ്യും. വൈകുന്നേരം 3 മണി മുതൽ നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് MS പ്ലാസയുടെ താഴെ പഴയ സുമംഗലി ഓഡിറ്റോറിയത്തിന് മുൻപിൽ മീറ്റിംഗ് ഉണ്ട്. കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അവിടെയും ദൈവപ്രവൃത്തി വെളിപ്പെടും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അറിയിക്കുക. കണ്ണടച്ചോ. ഞങ്ങളുടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് ഇവരുടെ സ്വസ്ഥതയെ, സമാധാനത്തെ, നന്മകളെ, അനുഗ്രഹങ്ങളെ, ഇവരുടെ പ്രിയപ്പെട്ടവരെ കവർന്നെടുക്കുവാൻ തക്കവണ്ണം ശത്രു ഒരുക്കുന്ന എല്ലാ പദ്ധതികളിൽ നിന്നും സ്വർഗം ഇവരെ അങ്ങ് വിടുവിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന് ശത്രുക്കൾ ഓടി മാറട്ടെ. സ്തോത്രം. വ്യക്തികൾ മാറിപ്പോകട്ടെ. പിശാച് മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ രോഗികളായി ഭാരപ്പെടുന്നവരെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്. എല്ലാ രോഗങ്ങളും വിട്ടുമാറട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ സൗഖ്യമാകട്ടെ. ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ. പാരമ്പര്യമായ രോഗങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. കാഴ്ചയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് യേശുവേ അങ്ങ് കാഴ്ചകൾ നൽകി മാനിക്കണമേ. അപ്പാ ചെവി കേൾക്കുവാൻ തുടങ്ങട്ടെ. താങ്ക് യു ലോർഡ്. ഉദര സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. തലമുറകൾ അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല വിവാഹങ്ങൾ നടക്കട്ടെ. പുനർവിവാഹങ്ങൾ നടക്കട്ടെ. വിദ്യാഭ്യാസ മേഖല അനുഗ്രഹമായി തീരട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മക്കൾ അനുസരണയിൽ വളരട്ടെ. അച്ചടക്കമുള്ള മക്കളായി വളരട്ടെ. തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലം അഴിയട്ടെ. അവരുടെ മേൽ അവകാശം പറയുന്ന എല്ലാ വെല്ലുവിളികളും അഴിയട്ടെ. ദൈവമില്ലാത്ത റിലേഷൻസ് മാറിപ്പോകട്ടെ. ദൈവമില്ലാത്ത ബന്ധങ്ങൾ പൊളിയട്ടെ. വിദ്യാഭ്യാസ മേഖല അനുഗ്രഹിച്ചാട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. വിദേശത്ത് കടന്നുപോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിസകൾ വരട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർ ജോലികൾ ലഭിക്കട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് യേശുവേ നല്ല ജോലികൾ നൽകി മാനിക്കണമേ. ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ. ജോലി സംബന്ധമായുള്ള എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. ജപ്തി നടപടികളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭവനങ്ങളില്ലാത്തവർക്ക് യേശോപ്പ മനോഹരമായ ഭവനങ്ങൾ അങ്ങ് നൽകണമേ. ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ. ദേശത്തിന് മധ്യത്തിൽ ഇവർ മാനിക്കപ്പെടട്ടെ. സ്തോത്രം. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ കച്ചവട സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.